മിഡിൽ ഈസ്റ്റിന്റെ ഭൂരാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു 2025 ജൂണിലെ 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ സംഘർഷം. ഇസ്രായേൽ ആദ്യം ഇറാനെ ആക്രമിച്ചതിന്റെ പ്രതികാരമായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന്റെ കർശനമായ സെൻസർഷിപ്പ് കാരണം ഈ നാശനഷ്ടങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ പുറം ലോകത്തെത്തിയിരുന്നില്ല. ഫ്രഞ്ച് മാധ്യമമായ ഫ്രാൻസ് 24ന്റെ അന്വേഷണ ടീം ഓപ്പൺ സോഴ്സ് ഡാറ്റ, സാറ്റലൈറ്റ് ഇമേജുകൾ, ക്രോസ് റെഫറൻസ്ഡ് ചിത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഇസ്രായേലിനേറ്റ 36 വ്യത്യസ്ത ആഘാതങ്ങളെയാണ് സ്ഥിരീകരിക്കുന്നത്. 2025 ജൂൺ 1 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവ പദ്ധതിയെ ഭീഷണിയായി ചൂണ്ടിക്കാട്ടി ഇറാനെതിരെ ആക്രമണം പ്രഖ്യാപിച്ചു. ഇസ്രായേൽ 30 ഇറാനിയൻ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരെയും 11 ആണവ ശാസ്ത്രജ്ഞരെയും വധിച്ചു. 900-ലധികം സൈനിക സൈറ്റുകൾ ആക്രമിക്കുകയും ചെയ്തു. ഇതിനോട് പ്രതികരിച്ച് ഇറാൻ 500-ലധികം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുകയായിരുന്നു. ഇസ്രായേൽ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് 50-ലധികം മിസൈലുകൾ ഇസ്രായേലിനെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. യുദ്ധം ജൂൺ 13 മുതൽ 24 വരെ നീണ്ടു നിൽക്കുകയും ചെയ്തു. ഈ സംഘർഷങ്ങളിൽ ഇറാൻ തന്ത്രപ്രധാനമായ സൈറ്റുകൾ ലക്ഷ്യമിട്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇസ്രായേൽ അധികൃതർ ചെയ്തത് നാശനഷ്ടങ്ങൾ കുറച്ചു കാണിക്കുകയും ഈ യുദ്ധത്തെ ചരിത്രപരമായ വിജയമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. ഫ്രാൻസ് 24ന്റെ അന്വേഷണം 36 ആഘാതങ്ങളെ സ്ഥിരീകരിക്കുന്നു. 28 സിവിലിയൻ സൈറ്റുകൾ, 4 സൈനിക ലക്ഷ്യങ്ങൾ, 3 ഊർജ്ജാടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ, ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ ഇറാന്റെ ആക്രമണത്തിൽ നേരിട്ട് ബാധിക്കപ്പെട്ടിട്ടുണ്ട്. സൈനിക സൈറ്റുകളിലെ നാശനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ജൂൺ 17 ക്യാമ്പ് മോഷെ ഡയാൻ, മൊസാദ് ആസ്ഥാനത്തിനടുത്തുള്ള ഹാങ്കർ തുടങ്ങിയവ തകർന്നിരുന്നു. ജൂൺ 13 കിര്യ സൈനിക കോംപ്ലക്സും തെലവീവിലെ IDFന്റെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനങ്ങൾക്കടുത്തുള്ള ഡാവിഞ്ചി റെസിഡൻഷ്യൽ ബിൽഡിംഗും തകർന്നിരുന്നു. നെതന്യാഹുവിന്റെ ഓഫീസ് 4 മാസത്തേക്കാണ് ഉപയോഗശൂന്യമായത്. തെൽനോഫ് എയർബേസ്, ക്യാമ്പ് സിപ്പോറിറ്റ്, നോർത്ത് നസറത്ത് തുടങ്ങിയ 5 സൈനിക സൗകര്യങ്ങളെ നേരിട്ട് ബാധിച്ചു. ദി ടെലിഗ്രാഫും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 14 ഹൈഫയിലെ ഓയിൽ റിഫൈനറിക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് സാറ്റലൈറ്റ് ഇമേജുകൾ പറയുന്നത്. റൂഫ് തകർന്നതടക്കമുള്ള വിഷ്വൽസ് ഇത് കാണിക്കുന്നുമുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം 2 ആഴ്ച പൂർണ്ണമായും നിർത്തി. പൂർണ്ണമായ പ്രവർത്തനം ഈ മാസം വരെ ആയിട്ടും വൈകി തന്നെയാണുള്ളത്. നാശനഷ്ടം കണക്ക് കൂട്ടുകയാണെങ്കിൽ 150 മുതൽ 200 മില്യൺ ഡോളർ വരെ. ജൂൺ 14 വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, റെഹോവട്ട് തുടങ്ങിയ 2 ബിൽഡിങ്ങുകൾ തകർന്നു. ബയോളജി ലാബ്, കെമിസ്ട്രി റിസർച്ച് ഫെസിലിറ്റിയും ഇത് നേരിട്ട് ബാധിച്ചു. 45-ലധികം ലാബുകളാണ് നശിച്ചത്. ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർണ്ണമായും തകരുകയും ചെയ്തു. നാശനഷ്ടം ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഡോളറുകളാണ്. ദീർഘകാല ശാസ്ത്രീയ സാമ്പത്തിക നഷ്ടങ്ങൾ അളക്കാനാവാത്തതുമാണ്. ഇറാന്റെ ആക്രമണങ്ങളിൽ 3200-നും 3500-നിടയിലും ആളുകൾക്ക് പരിക്കുകളേറ്റു. സാമ്പത്തിക നഷ്ടം $3 ബില്യൺ വരെയാണ്. ഡയറക്റ്റ് ഡാമേജായി കണക്ക് കൂട്ടുമ്പോൾ $1.5 ബില്യൺ വരെ. മിലിറ്ററി കോസ്റ്റ് $5.6 ബില്യൺ. 18,000 താമസക്കാർക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. 46,000-ലധികം കോമ്പൻസേഷൻ ക്ലെയിമുകളാണ് ഉണ്ടായത്. സംഘർഷത്തിന് മുന്നേ തന്നെ ഇസ്രായേൽ സൈന്യം മാധ്യമങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മെയ് 2025 ചീഫ് സെൻസർ ഗൈഡ് ലൈനുകൾ പുറത്തിറക്കുകയായിരുന്നു. ജൂൺ 16 ഡ്രോൺ ഫൂട്ടേജും ഇമ്പാക്ട് സൈറ്റുകളിലെ ഫിലിമിംഗും നിരോധിച്ചു. സൈനിക സൈറ്റുകൾക്കടുത്തുള്ള ആക്രമണ ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതും വിലക്കി. TRT, അൽഗാദ് TV ജേർണലിസ്റ്റുകൾ ഹൈഫയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. മെറ്റീരിയൽസും പിടിച്ചെടുത്തു. വൈഡ് ഷോട്ടുകളും ലൊക്കേഷൻ വിശദാംശങ്ങളും നിരോധിച്ചു. പോലീസ് ബ്രോഡ്കാസ്റ്റുകൾ തടസ്സപ്പെടുത്തി. ഹാരിറ്റ്സ് ജൂൺ 29 IDF ആസ്ഥാനത്തിനടുത്തുള്ള ആക്രമണം റിപ്പോർട്ട് ചെയ്തത് 2 ആഴ്ചകൾക്ക് ശേഷമാണ്. തെല്ലവീവ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ജെറോം ബുൾഡൻ പറയുന്നത് സെൻസർഷിപ്പ് ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിലും ഇസ്രായേലിന്റെ ദുർബലതകൾ മറയ്ക്കാൻ ഇത് ഒരു പരിധിയോളം ഉപയോഗിക്കപ്പെട്ടു. ഇടതുപക്ഷ ജേർണലിസ്റ്റ് രവീവ് ഡ്രക്കർ സെൻസർഷിപ്പിനെ പ്രൊപ്പഗണ്ടയായും പൊതുമനോവീര്യം നിലനിർത്താനുമുള്ളതുമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഫ്രാൻസ് 24ന്റെ ഒബ്സർവേഴ്സ് ടീം സെൻസർഷിപ്പിനെ മറികടന്ന് നാശനഷ്ടങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു. ഇറാന്റെ 16 സ്ട്രാറ്റജിക് സൈറ്റുകൾ ആക്രമിച്ചതായുള്ള ഇസ്രായേലിന്റെ അവകാശവാദങ്ങളും ഭാഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. റിസർച്ചർ ഫാർസിൽ നദിമി പറയുന്നത് ഇറാൻ സിവിലിയൻ ഏരിയകൾ ലക്ഷ്യമിട്ടത് ഇസ്രായേലിനെ വെടിനിർത്തലിന് നിർബന്ധിക്കാൻ വേണ്ടിയായിരുന്നു. ഇസ്രായേൽ ഗവൺമെന്റ് പ്രസ് ഓഫീസ് പ്രസ് ഫ്രീഡം ഉറപ്പാക്കുന്നുവെന്ന് അവകാശപ്പെട്ടെങ്കിലും അന്താരാഷ്ട്ര വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്.
അൽ ജസീറയെ നിരോധിച്ചത് ഹമാസ് ബന്ധം ആരോപിച്ചായിരുന്നു. എന്നാൽ അൽ ജസീറ അത് നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ 12 ദിവസത്തെ യുദ്ധം ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ സെൻസർഷിപ്പ് കാരണം പൂർണ്ണ സത്യം മറച്ചു വെക്കപ്പെടുകയായിരുന്നു. ഫ്രഞ്ച് മാധ്യമങ്ങളുടെ അന്വേഷണങ്ങൾ ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു.